ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷമായും ദൈവാനുഗ്രഹത്തിലും ഒക്കെ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് പ്രാർത്ഥനാ നിയോഗങ്ങളോടുകൂടെയൊക്കെയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഒക്ടോബർ 1-ാം തീയതി മുതൽ ആരംഭിച്ചത്. ഈ ദിവസം വരെയും അത് വലിയൊരു അനുഗ്രഹമായി അനേകരുടെ ജീവിതത്തിൽ അത് അവരുടെ മുറിവിൽ ഒരു സൗഖ്യമായും അവരുടെ ആവശ്യങ്ങളിൽ മറുപടിയായും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് എവിടെ പ്രാർത്ഥനയ്ക്കായി ചെല്ലുമ്പോഴും നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തോട് ചേർത്ത് വച്ച് പ്രാർത്ഥിച്ചതിലൂടെ കിട്ടിയ നന്മകളും അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയാം. കർത്താവേ, ലോകത്തിലുള്ള എത്രയോ വ്യക്തികൾ, കുടുംബങ്ങളാണ് ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. അയോഗ്യനായ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ അങ്ങയുടെ വചനം കൊടുക്കുവാൻ, പറയുവാൻ, പ്രസംഗിക്കുവാൻ ദൈവമേ അങ്ങ് നിയോഗിച്ചതിന്, പ്രയോജനപ്പെടുത്തിയതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രയും വ്യക്തികളെ, ഇത്രയും കുടുംബങ്ങളെ ഈ വചന ശുശ്രൂഷയ്ക്കായി അങ്ങ് ഒരുക്കി കൊണ്ടുവന്നതിനെ ഓർത്ത് കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ എന്നിങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു മനസ്സോടെ കണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൂടി ഈ ആത്മീയ കുടുംബത്തോട് ഞങ്ങൾ ചേർത്ത് നിർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബം അങ്ങയുടേതാണ്. ഈ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അങ്ങയുടെ സ്വന്തമാണ്. വചനത്തിനായി ദാഹത്തോടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ അങ്ങയുടേതാണ്. അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിലാണ് അവരുള്ളത്. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ തണലിലാണ് അവർ വസിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥന നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പം ഒത്തിരി പേര് പറയുന്ന തീരരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനി ഉണ്ടാകുമോ, ഇനി ഇത് തുടരുമോ എന്നൊക്കെ നൂറുകണക്കിന് ആളുകൾ ചോദിക്കുകയും എഴുത്തിലൂടെയും വാട്സപ്പ് സന്ദേശത്തിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, എത്രമേൽ അത് അനുഗ്രഹമാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ഇത്രമേൽ അത് നന്മയാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഓരോരുത്തരിലും ആ ദൈവിക ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ആ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം അത് നിങ്ങളിൽ ഉണ്ടായത്. ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് തന്ന ഒരു കൃപയാണ് ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുന്ന വിധത്തിൽ അത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കൃപ. അതെനിക്ക് വേണ്ടി തന്നതല്ല. ദൈവം അത് എന്നെ ഏൽപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അത് ദൈവം എനിക്ക് ആ ദാനം നൽകിയത് എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വളരാൻ വേണ്ടി മാത്രമല്ല, അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം അതെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ആ ഒരു മനസ്സോടുകൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ വചനം പറയുന്നത്. നമുക്കിന്ന് ആ നിയോഗ പ്രാർത്ഥനയെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിയോഗ പ്രാർത്ഥന, ആ നിയോഗം എഴുതിയ ആ ഒരു പേപ്പർ, നിങ്ങളുടെ സാധിച്ചു തന്ന നിയോഗമുണ്ട്, സാധിക്കാത്ത നിയോഗമുണ്ട്, മറുപടി ലഭിച്ചതുണ്ട്, ലഭിക്കാത്തതുണ്ട്. ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നിയോഗങ്ങളും ഞാൻ അങ്ങേക്ക് തരുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ, എൻ്റെ ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അങ്ങ് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ.
സങ്കീർത്തന പുസ്തകം 107 അധ്യായം 3, 4, 5, 6, 7 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 107. ദേശങ്ങളിൽ നിന്ന്, കിഴക്കുനിന്നും പടിഞ്ഞാറു നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി. വാക്കുകൾ ശ്രദ്ധിച്ചേ. എവിടുന്നൊക്കെയാണ്? ദേശങ്ങളിൽ നിന്ന്, കിഴക്കുനിന്ന്, പടിഞ്ഞാറു നിന്ന്, വടക്കു നിന്ന്, തെക്ക് നിന്ന് അവിടുന്ന് ദൈവം അവരെ ഒന്നിച്ചു കൂട്ടി. എന്താണ് നിയോഗ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത പ്രവൃത്തി? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നാനാ ദിക്കുകളിൽ നിന്ന് ദൈവം എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി. ആ വചനത്തിന്റെ മുമ്പിൽ ഒന്നിച്ചു കൂട്ടി. ഇതാ അന്ന് പണ്ടും ഇങ്ങനെ ദൈവം ചെയ്തു, ഒന്നിച്ചു കൂട്ടുമായിരുന്നു. എന്തിനാ ഒന്നിച്ചു കൂട്ടിയത്? 4-ാമത്തെ വാക്യം, വാസയോഗ്യമായ നഗരത്തിലേക്ക്, അതായത് നല്ലൊരു സ്ഥലത്തേക്ക്, കൊള്ളാവുന്ന സ്വസ്ഥമായ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വഴി കണ്ടെത്താതെ എന്ന് പറഞ്ഞാൽ അടഞ്ഞ വഴി, മുന്നോട്ട് പോകാൻ ഇനി ഒരു സാധ്യതയില്ല. എല്ലാ വഴികളും അടഞ്ഞു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വാക്കുകൾ ശ്രദ്ധിച്ചേ, വചനം തുറന്നു വെച്ച് കേട്ട് നോക്കിക്കേ. മുന്നോട്ട് പോകാൻ ഒരു വഴിയും കണ്ടെത്താതെ മരുഭൂമി, ആളും അർത്ഥവുമില്ലാത്ത ചൂടും മണലും നിറഞ്ഞു നിൽക്കുന്ന മരുഭൂമിയിൽ എങ്ങനെ നടന്നു? വീട് കെട്ടി താമസിച്ചൊന്നുമല്ല, അലഞ്ഞു നടന്നു. ഒരെത്തും പിടിയും കിട്ടാതെ, ഒരു ലക്ഷ്യബോധമില്ലാതെ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റാതെ, ആഗ്രഹിച്ച സ്ഥലത്തെത്താൻ പറ്റാതെ, വഴികൾ അടഞ്ഞ് നിരാശയോടെ എല്ലാ പ്രതിസന്ധികളുടെയും ഒത്ത നടുവിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്ന, എന്തു ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആകെ മരുഭൂമിയുടെ ഒരവസ്ഥ. എന്താ മരുഭൂമി? ചൂടും, നിലത്ത് മണ്ണ് മുഴുവൻ പഴുത്ത് ചൂട് കിടക്കുന്നു, അന്തരീക്ഷത്തിൽ ചൂട് കൂട്, തണൽ മരങ്ങളില്ല, വെള്ളം കുടിക്കാൻ സൗകര്യം, ഹോട്ടൽ, റിസോർട്ടുകൾ, ടൗൺ പോലെ ഒന്നുമല്ല, മരുഭൂമി. അങ്ങനെ ശൂന്യവും ആരുമില്ലാത്തൊരു വിജനമായ സ്ഥലമാണ്. അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇതുപോലെ അനുഭവമുള്ള, വേദനിക്കുന്ന ആരൊക്കെയോ ഇന്ന് ഈ വചനത്തിന്റെ മുമ്പിലുണ്ട്. ഏതൊക്കെയോ കുടുംബങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലാണ്. എവിടെ എത്താൻ പറ്റാതെ പഠിച്ചു, ജോലി ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷെ ഒന്നും എവിടെ എത്താൻ പറ്റിയില്ല. ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥ. എന്തിനാ ദൈവം ഒരുമിച്ച് കൂട്ടിയത്? ഈ ഒരു അവസ്ഥയിൽ എന്തിനാ ഒരുമിച്ച് കൂട്ടിയത്? ഉത്തരമാണ് അടുത്തത്. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. നോക്കൂ, വലഞ്ഞു മടുത്തു. വിശപ്പും ദാഹവും കൊണ്ട്, ഈ പ്രശ്നം കൊണ്ട്, പ്രതിസന്ധി കൊണ്ട്, കടബാധ്യത കൊണ്ട്, രോഗം കൊണ്ട് പ്രാർത്ഥിച്ചു കുറെ പേര് അങ്ങനെ മടുത്ത്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ മടുത്തു. വിശ്വസിച്ച് ഇനി അത് മടുപ്പ് തോന്നും. എല്ലാത്തിനോടും മടുപ്പും വിഷമവും സങ്കടവും കരച്ചിലും ഒക്കെ സമ്മിശ്രമായൊരു മാനസികാവസ്ഥയിലാണ്. പക്ഷെ ദൈവം എന്തിനാ ഒരുമിച്ച് കൂട്ടിയത്? ഒരുമിച്ച് കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ നിന്നുകൊണ്ട് അവർ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു. നോക്കൂ, എന്തിനാ ഒരുമിച്ച് കൂട്ടിയത്? നമ്മളെ എന്തിനാ ഈ നിയോഗ പ്രാർത്ഥനയിൽ? നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആളുകളാണ് നമ്മൾ പലരും. എന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കണ്ടു എന്നല്ലാതെ നമ്മൾ തമ്മിൽ അറിയില്ലായിരിക്കാം. പക്ഷെ ദൈവം നമ്മളെ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഫാമിലിയിൽ ഒന്നിച്ചു കൂട്ടി, ഒരു ആത്മീയ കുടുംബത്തിൽ, വലിയൊരു കുടുംബത്തിലാക്കിയത് എന്തിനാണ്? നമ്മൾ നമ്മുടെ കഷ്ടതയിലിരുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനാണ്, ആ വചനം കേൾക്കുവാനാണ്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അങ്ങനെ പ്രാർത്ഥനയിൽ എന്താ മറുപടി കിട്ടിയത്? 7-ാമത്തെ വാക്യം, അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ആ പ്രാർത്ഥനയിൽ അങ്ങ് മാറി. അവരുടെ വഴി അടഞ്ഞുപോയി, ചൂടും വിഷമവും അനുഭവിച്ച് മടുത്തു, ഭക്ഷണമില്ലാതെ മടുത്തു, ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ ഈ അവസ്ഥയ്ക്കെല്ലാം ഒരു മാറ്റം വന്നു. 7-ാമത്തെ വാക്യം, വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവിടുന്ന് അവരെ നേർവഴിക്ക് നയിച്ചു. അപ്പൊ അവരെ നയിച്ചു എന്നല്ല, പോകേണ്ട വഴിയിലൂടെ നയിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, 7-ാം വാക്യം,
3, 4, 5 വാക്യങ്ങളൊക്കെ സങ്കടം, വിഷമമാണെങ്കിൽ 7ാമത്തെ വാക്യം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട 7ാമത്തെ വാക്യമാണ്. വാസയോഗ്യമായ നഗരത്തിൽ എത്തുന്നതുവരെ ദൈവം അവരെ നയിച്ചു. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഈ നിയോഗ പ്രാർത്ഥനയുടെ ഈ ദിവസം ഉണ്ടാകും കേട്ടോ. പല സ്ഥലത്തേക്കും പലതും ചെയ്തു നോക്കി, പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മടുപ്പ്, ക്ഷീണം, രോഗം, വിവാഹം നടക്കുന്നില്ല, കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനമില്ല. ഈ 7ാമത്തെ വാക്യമൊന്നും അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളിലും ഇരിക്കുന്നത് വായിച്ച് നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുവോളം ദൈവം നിങ്ങളെ നേർവഴിക്ക് നയിക്കും. ഈ വചനം നിങ്ങളെ നേർവഴിക്ക് നയിക്കാനാണ്. ഈ പ്രാർത്ഥന വലിയൊരു അത്ഭുതത്തിലേക്ക് നയിക്കും. ഈ പ്രാർത്ഥന വലിയൊരു സൗഖ്യത്തിലേക്ക് നയിക്കും. ഈ പ്രാർത്ഥന വലിയൊരു വിടുതലിലേക്ക് നയിക്കും. ഈ പ്രാർത്ഥന അത്ഭുതമായി മാറും. ഇത് അനുഗ്രഹത്തിന്റെ ഒരു പുറപ്പാടാണ്. ഇത് ദൈവം ഒരുക്കിയ നിമിഷമാണ്. പരിശുദ്ധാത്മാവ് നൽകിയ സമയമാണ്. നോക്കൂ, പല ഭാഗത്തുനിന്നും ദൈവം ഒന്നിച്ചു കൂട്ടിയത് എന്തിനാ? തങ്ങളുടെ കഷ്ടതയിൽ അവർ മനസ്സൊരുങ്ങി ഒരുമിച്ച് ദൈവത്തെ വിളിച്ചു. ഇതാ 10,000-കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ, മുറികളിൽ ഇരുന്ന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്ന ഒരു അവസ്ഥയിലാണോ? സങ്കടം സഹിച്ചു മടുത്തവരാണോ? രോഗം കൊണ്ട് മടുത്തവരാണോ? ഇതാ നേർവഴിക്ക് നയിക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നേർവഴിക്ക് നിങ്ങളെ നയിക്കുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ 107-ാം സങ്കീർത്തനത്തിലേക്ക് നിയോഗം ഒന്ന് ചേർത്ത് വെച്ച്, തുറന്ന ബൈബിൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ. ആ പുസ്തകത്തിൽ ആ നിയോഗം ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിയോഗ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേർക്ക് സങ്കടമാണ്, ഒത്തിരി പേർക്ക് വിഷമമാണ്. അതെല്ലാം ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുക. നേർവഴിക്ക് നയിക്കും, വഴി തുറക്കും. ഈ മടുപ്പും ക്ഷീണവും വിഷമവും ഒക്കെ മാറും. എവിടെയോ ഒത്തിരി കരഞ്ഞ് തളർന്നവരും തകർന്നവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. സങ്കടത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്. ദൈവം വഴി തുറക്കുമെന്നേ, ദൈവം വഴി തുറക്കുന്നേ, ദൈവം ഒരുക്കുന്നുണ്ടെന്നേ, ദൈവം കരുതുന്നുണ്ടെന്നേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നിയോഗ പ്രാർത്ഥന നമുക്ക് ചെല്ലാം. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച നിയോഗം ഇതാ 107-ാം സങ്കീർത്തനം അങ്ങയുടെ വചനത്തോട് ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, പ്രാർത്ഥനാമുറിയിൽ, ഭവനത്തിൽ, യാത്രയിലൊക്കെ ഇരുന്ന് ഈ പ്രാർത്ഥന മനസ്സുകൊണ്ട് ചെല്ലുകയാണ്. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ കൂടെ പ്രാർത്ഥിച്ച യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥന ഈ മാസം 31-ാം തീയതി അവസാനിക്കും. എങ്കിലും നമ്മുടെ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ, വയനാട്ടിൽ വടുവഞ്ചാലുള്ള ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും 10,000-കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്കായി, ധ്യാനത്തിനായി, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അത് ഒത്തിരി അനുഗ്രഹമായി, വിടുതലായി, സൗഖ്യമായി മാറുന്നു. ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് നന്ദി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏവർക്കും ഈ ശുശ്രൂഷ, എല്ലാ വെള്ളിയാഴ്ചയും നിയോഗ ശുശ്രൂഷകളുണ്ട്. ആ ദിവസം നിയോഗമെടുക്കാം. പ്രാർത്ഥന നൽകി നിയോഗം സ്വീകരിച്ച് നിങ്ങൾക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഒരു സാക്ഷ്യമായി അത് മാറും. നമുക്ക് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിയോഗത്തിൽ, ആവശ്യങ്ങളിൽ, സങ്കടങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ അനുഭവിച്ച കഷ്ടപ്പാടും വിഷമവും വിശപ്പും ദാഹവും കണ്ണുനീരും എല്ലാം മാറാൻ പോവാണ്. ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ്. നാനാ ദിക്കുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. എന്തിനാ? നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാവുക. നമ്മുടെ പ്രാർത്ഥന ഉയരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അണക്കെട്ട് പൊട്ടി ഒഴുകുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു അഭിഷേകം പകരപ്പെടട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഗ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.